ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ കേസരിയുടെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യൊന്നും വറുത്തെടുക്കുമ്പോൾ ചേർക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം, 1/4 കപ്പും. പക്ഷേ ഇങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. 1/2 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും. അപ്പം നമ്മുടെ നെയ്യൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച റവ. ഈ റവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒരു മിനിറ്റൊക്കെ റവ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറേ നേരം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണല്ലോ എടുത്തത്. അപ്പോൾ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയാണല്ലോ. പക്ഷെ നമ്മൾ കേസരി ചെയ്യുമ്പോൾ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയാണ്. അപ്പോൾ അത് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ റവ ചെറുതായിട്ടൊന്ന് നെയ്യിൽ കിടന്നൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, വെന്തിട്ട്. അപ്പോൾ അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. തീ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവക്ക് 1.5 കപ്പ് പഞ്ചസാര എന്ന രീതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ പഞ്ചസാര അതുപോലെ വെള്ളമൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വരും. പിന്നെ നമുക്കിതിലോട്ട് കളറ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെർമറിക് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും. കുറേ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച്. അപ്പോൾ ഞാനും ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന യെല്ലോ ഫുഡ് കളറ്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു തിക്കായിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു വിട്ട് വരുന്ന പരുവം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് തിക്കായി വരുമ്പോഴേക്കും. ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കേസരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടല്ല, അല്ലാതെ ഇങ്ങനെ ഒരു കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ചിട്ട് ഒരു രീതിയിൽ കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്